ഇറാനികൾ കീഴടങ്ങുന്നവരല്ല. ചരിത്രമറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ലെന്നും ആയത്തുള്ള ഖംനഈ. ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ തനതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയ രാജ്യമാണ് ഇറാൻ. പ്രതിരോധത്തിലും നയതന്ത്രത്തിലും ഇവർ പുലർത്തുന്ന ഉറച്ച നിലപാടുകൾ പലപ്പോഴും ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇറാൻ ജനത കീഴടങ്ങുന്നവരല്ലെന്നും ചരിത്രമറിയുന്നവരും വിവേകമുള്ളവരും തങ്ങളെ ഭീഷണിപ്പെടുത്തില്ലെന്നും രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനഈ പറയുമ്പോൾ ഒന്നോർക്കുക, മാപ്പ് പറയേണ്ടത് ആരാണ്? മാപ്പ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ഇറാന്റെ എണ്ണ വ്യവസായം പാശ്ചാത്യ ശക്തികളുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി 1953 അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാന്റെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മുഹമ്മദ് മൊസദ്ദിഖിനെ അട്ടിമറിച്ചു. ഇന്നും ഇറാനിയൻ ജനതയിൽ അതൊരു ആഴത്തിലുള്ള മുറിവല്ലേ? 1960കളിലും 1970കളിലും വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളും രാസായുധ ഉപയോഗവും ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായില്ലേ? ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ചാമ്പലാക്കിയ ആഫ്രിക്കൻ വംശജരെ അടിമകളാക്കിയതിനും തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസ് വിഭാഗങ്ങളോട് നടത്തിയ ക്രൂരതകൾക്കും ഭൂമി കയ്യേറിയതിനുമൊക്കെ മാപ്പ് പറയേണ്ടവർ സ്വന്തം രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിലകൊള്ളുന്നവരോട് മാപ്പപേക്ഷിച്ച് കീഴടങ്ങാൻ പറയുന്നു. തീരുന്നില്ല. ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് നാം പലസ്തീനിലെ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചത്. നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ സൈന്യം നിഷ്കരുണം കൊന്നൊടുക്കിയതും പട്ടിണിക്കിട്ടതും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയല്ലേ? ഈ നരഹത്യക്ക് മാപ്പ് പറഞ്ഞാൽ മതിയാകുമോ? ഇസ്രായേലിന് ആയുധവും പണവും നൽകി ഈ കൂട്ടക്കൊലയ്ക്ക് സൗകര്യമൊരുക്കുന്ന അമേരിക്ക ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു. രാഷ്ട്രങ്ങളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിച്ച അമേരിക്ക അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിയ എത്ര ഉദാഹരണങ്ങളുണ്ട്. ഒരു ജനതയുടെ നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് ഒത്താശ ചെയ്ത അമേരിക്കയാണ് ഇറാനോട് മുട്ടുകുത്താൻ കൽപ്പിക്കുന്നത്. ആവർത്തിച്ച് പറയട്ടെ, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനഈ ലോകത്തോട് പറയുന്നു, ഇറാനിയൻ ജനത കീഴടങ്ങുന്നവരല്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള ഏതൊരു സൈനിക ഇടപെടലും പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്ന് അമേരിക്കക്കാർ അറിയണം. ഇറാനെയും അവിടുത്തെ ജനങ്ങളെയും ചരിത്രത്തെയും കുറിച്ച് അറിവുള്ളവരും വിവേകമുള്ളവരും ഈ ജനതയോട് ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കില്ല. ഏത് രൂപത്തിലുള്ള അടിച്ചേൽപ്പിക്കലിനും ഇറാൻ കീഴടങ്ങില്ലെന്നും ഇസ്രായേൽ ഗുരുതരമായ തെറ്റു ചെയ്തുവെന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു. ഇറാന്റെ കാര്യത്തിൽ അവർക്ക് കീഴടങ്ങാനുള്ള മനോഭാവമില്ലെന്നും തങ്ങളുടെ പരമാധികാരത്തെയും ചരിത്രപരമായ പ്രാധാന്യത്തെയും കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടെന്നും അവരുടെ നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ചരിത്രമറിയുന്ന ഒരു ജനതയെ ഭീഷണിപ്പെടുത്താൻ ആർക്കും കഴിയില്ലെന്ന വാക്കുകൾ ഇറാന്റെ ഉറച്ച നിലപാടിനെയാണ് എടുത്തു കാണിക്കുന്നത്. മാപ്പപേക്ഷകൾ ഒരു രാജ്യത്തിൻ്റെ ശക്തിയുടെ അടയാളമാകുന്നത് പോലെ തങ്ങളുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതും ഒരു രാജ്യത്തിൻ്റെ ദൃഢതയെയാണ് പ്രകടമാക്കുന്നത്.